ഈ ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള എത്ര ആരോപണങ്ങൾ വന്നു. ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാണ് അല്ലേ സത്യാനന്തര കാലം എന്നുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായി. അതെ. അപ്പോൾ എന്നിട്ടും സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളതൊരു വല്ലാത്തൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അത് അമേരിക്കയിൽ മാത്രമല്ല, ലോകമെമ്പാടും. നമ്മൾ ജർമ്മനിയുടെ കാര്യം പറഞ്ഞു. അവിടെ AfD പാർട്ടി വലിയ രീതിയിൽ വംശീയമായി വെറി പ്രചരിപ്പിക്കുന്ന പ്രചരണം നടത്തുകയാണ്. AfD ബ്രിട്ടനിൽ ഉണ്ടല്ലേ, ഡൊണാൾഡ് ട്രംപ് ജയിച്ചിട്ടുണ്ട് എന്ന വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എത്തി അവിടെ പ്രൈമറി തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ന്യൂ ഹാംഷെയറിലാണ് പ്രൈമറി തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചിരിക്കുന്നു. 53% വോട്ട് നേടിയാണ് ഡൊണാൾഡ് ട്രംപ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ സെറ്റാവുന്നു. അപ്പോൾ ലോകത്ത് മൊത്തം, ഇപ്പോൾ ബ്രസീലാണെങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ ഒരു വലതുപക്ഷ കാറ്റാഞ്ഞടിക്കുന്നുണ്ട് പിന്നെ ലോകമെമ്പാടും. അതെ അതെ അപ്പോൾ അതൊരു അനുകൂലമായ ഘടകമാണ്. ഇതൊരു സൂചനയും കൂടിയാണ് ഇന്ത്യയിൽ. അതൊരു കുറച്ച് കാലത്തേക്ക് ഇത് തന്നെയായിരിക്കില്ല, ഇനി അതിനുശേഷം വിപ്ലവമൊക്കെ വരേണ്ടി വരും. വിപ്ലവം വരേണ്ടി വരും ഇതിനകത്ത്.